Continuing on. കേറുന്നുള്ളതൊന്ന് വെയിറ്റ് ചെയ്യാം. Okay, good afternoon. Good afternoon. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഓർമ്മയുണ്ടോ? എവിടെ വരെയാ എടുത്തിരുന്നത്? ഓർമ്മയുണ്ടോ? എവിടെ വരെയാണ്? ഒബ്ജക്റ്റീവ്സ് തുടങ്ങിയോ? ഓക്കെ, അപ്പൊ ഒബ്ജക്റ്റീവ്സ് തുടങ്ങി നമ്മൾ എടുക്കണം അല്ലെ. നമ്മൾ എംപ്ലോയി ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു. അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഡിസ്കസ് ചെയ്തു അല്ലെ. ഒബ്ജക്റ്റീവ്സിനെ കുറിച്ച് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തെന്ന് തോന്നുന്നു. എനിവേ നമുക്കറിയാം എന്താണ്. ഓക്കെ, എനിവേ എന്താണ്, തീർച്ചയായിട്ടും നമുക്കറിയാം ഫീച്ചേഴ്സ് വരികയാണ്. അതിലെ എംപ്ലോയീസ് ബെനിഫിറ്റ്സിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എന്താണ്, തരത്തിലുള്ള എംപ്ലോയീസ് ബെനിഫിറ്റ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അത് സാധാരണയായിട്ട് നല്ലൊരു സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് എംപ്ലോയീസിന് ഒരു ഇത് കിട്ടുകയാണെങ്കിൽ, ഒരു അറ്റ്മോസ്ഫിയർ കിട്ടുകയാണെങ്കിൽ അവർ നന്നായിട്ട് വർക്ക് ചെയ്യുകയും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ട് റിസൾട്ട് നേടിയെടുക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അല്ലെ. അതുകൊണ്ട് തന്നെയാണ് എംപ്ലോയർ തൊഴിലുടമ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സുകളെല്ലാം തന്നെ, അങ്ങനത്തെ പാക്കേജുകളെല്ലാം തന്നെ എംപ്ലോയീസിന് എംപ്ലോയീസിന് വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യുന്നത്. ഇനി അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ കുറിച്ചിട്ട് അല്ലെ, അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. Okay, objectives of employee benefits. So what are the objectives എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്താണ് എല്ലാം ഫീച്ചേഴ്സും ഒബ്ജക്റ്റീവ്സും ബെനിഫിറ്റ് എന്താണ് ഇമ്പോർട്ടൻസ് അതൊന്നും മാറിപ്പോവാതിരിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഹെഡിങ്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പോവാം. എന്താണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ? ഫസ്റ്റ് പറയുന്നത്
to attract the most talented job seekers. ഓക്കെ, നമുക്കറിയാം അവിടെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ നടപ്പാക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് കുറെ പേര് അല്ലേ നമ്മള് എന്താണ് ഒരു കമ്പനിയിലേക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സാധാരണ എഴുതാന്ന് നോക്കും, എന്തെങ്കിലുമൊക്കെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ ഉണ്ടോ എന്ന് നോക്കും, ഇല്ലേ? അങ്ങനെ നോക്കില്ലേ? മറ്റു സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ഇതിന് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുണ്ടോ, കുറച്ച് ബെനിഫിഷ്യൽ കൂടുതലായിട്ടുള്ള പാക്കേജുകൾ ലഭ്യമാകുന്നുണ്ടോ എന്ന് സെർച്ച് ചെയ്യും ആപ്ലിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നതിന് മുമ്പ്, ഇല്ലേ? നോക്കൂലേ? ഇല്ലേ? വെറുതെയാണോ ഞാൻ പറഞ്ഞത്? പോവാ അല്ലെ? നോക്കും, എല്ലാവരും തന്നെ സെർച്ച് ചെയ്യും. അതിനുശേഷമാണ് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് തയ്യാറാവുള്ളൂ അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും നല്ല നല്ല ടാലന്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് കമ്പനിക്കാർ എന്താണ് ഇത്തരത്തിലുള്ള ഫ്രിഞ്ച് ബെനിഫിറ്റ് പാക്കേജുകളൊക്കെ ഓഫർ ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ടാലന്റഡ് ആയിട്ടുള്ള സീക്കേഴ്സിനെ കണ്ടെത്താം അല്ലെ? ആൻ ഓർഗനൈസേഷൻ വിച്ച് ഓഫേഴ്സ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് to its employees enjoys an outstanding reputation in the job market and place itself in a prestigious position to attract the best talent. ഓക്കെ, ഇപ്പൊ ജോലിയിൽ നിലവിലുള്ള ഒരു ജീവനക്കാരാണെങ്കിൽ ആ ജോലിയിൽ നിന്ന് വിട്ടുപോവാതിരിക്കാൻ അല്ലെ? ഔട്ട്സ്റ്റാൻഡിംഗ് റെപ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ അവിടെ നിന്ന് വിട്ടുപോവാതിരിക്കാൻ, കൂടുതൽ പേരും ആ സ്ഥാപനത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് അവിടെയുള്ള ഓർഗനൈസേഷന്റെ എംപ്ലോയർ ആഗ്രഹിക്കുന്നുണ്ടാവും. അത് മാത്രമല്ല എന്താണ് ജോബ് സീക്കേഴ്സിൽ നിന്ന് അല്ലെ ജോബ് കണ്ടെത്താനായിട്ട് ജോബ് മാർക്കറ്റിനുള്ളിൽ ഈ ഒരു സ്ഥാപനത്തിൽ നല്ലൊരു അംഗീകാരം അല്ലെ പ്രസ്റ്റീജ് എന്നുള്ള ഒരു അതിരിപ്പ് ഉളവാക്കുന്ന ഒരു കമ്പനിയാണെന്ന് വരുത്തി തീർക്കാനായിട്ടും ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ ലക്ഷ്യമിടുന്നുണ്ട് അല്ലെ? അപ്പോഴാണ് ടാലന്റഡ് ആയിട്ടുള്ള നമ്മുടെ കമ്പനിയിലേക്ക് to attract the most talented job seekers. Clear ആയോ? എന്താ Okay. The next നോക്കുകയാണെങ്കിൽ to boost motivation of employees. Okay, employees തന്നെ കുറച്ചുകൂടി പ്രേരക ഘടകങ്ങൾ അല്ലെ? അവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യണം, നല്ല ഇൻട്രസ്റ്റോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ടുള്ള പ്രേരക ഘടകങ്ങളായിട്ട് നിലകൊള്ളും. എന്താ അതിൽ പറയുന്നത്? Organizations use the fringe benefits as one of the techniques to boost morale of employees and to motivate them to work sincerely. Clear അല്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? നെറ്റ് ഇഷ്യൂ ഒന്നുമില്ലല്ലോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, organizations use fringe benefits as one of the techniques to boost morale of employees and to motivate them to work sincerely. അതായത് വർക്ക് ആത്മാർത്ഥതയോട് കൂടിയിട്ട് അവിടെയുള്ള തൊഴിലാളികളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ? ബെനിഫിറ്റ്സ് നമുക്കറിയാം, ഒരു ട്രാവലിംഗ് അലവൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം സംഘടിപ്പിച്ചു കൊടുക്കുന്നു, ഒരു ടൂർ പാക്കേജ് സംഘടിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള പാക്കേജുകളൊക്കെ ലഭ്യമാകുമ്പോൾ എന്താണ് തൊഴിലുടമ അല്ലെ? തൊഴിലുടമയോട് ഒരു സിൻസിയോറിറ്റി ഉണ്ടാവും, ഒരു ആത്മാർത്ഥത, ഒരു ബന്ധം ഉണ്ടാവും അല്ലെ? ഞങ്ങളെ കൺസെപ്റ്റ് ചെയ്യുന്ന ഒരു തൊഴിലുടമയാണ് ഞങ്ങളെ അല്ലെ? നമ്മുടെ ഓണർ എന്ന് പറയുമ്പോൾ നമ്മള് എന്താണ് ബഹുമാനിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. കാരണം അവരുടേതായിട്ടുള്ള എംപ്ലോയീസിന്റെ ആവശ്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് നൽകുന്ന ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതിന് അല്ലെ? ആ ഒരു രീതിയിൽ എംപ്ലോയിനെ മോട്ടിവേറ്റ് ചെയ്യിക്കാനായിട്ട് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിനെ കൊണ്ട് സാധിക്കുന്നു. ഓൾസോ എ സാറ്റിസ്ഫൈഡ് എംപ്ലോയി ഈസ് എ ലോയൽ എംപ്ലോയി. സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ, തൃപ്തികരമായ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയാൽ നമുക്കറിയാം അവിടെ ഉടമസ്ഥനോട് ഒരു വിശ്വസ്തതയുണ്ടാവും അല്ലെ? ഒരു ലോയാലിറ്റി ഉണ്ടാവും. എന്ന് വെച്ചാൽ അവരുടെ ഒരു വിശ്വാസം അവർക്ക് ഉണ്ടാവും അല്ലെ? നമ്മളെ പരിഗണിക്കുന്ന, നമ്മളുടെ ഇതായിട്ടുള്ള ആഗ്രഹങ്ങൾ, അതായത് എംപ്ലോയിയുടേതായിട്ടുള്ള ആഗ്രഹങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള ഒരു ലോയാലിറ്റി അദ്ദേഹത്തിന് നേടിയെടുക്കാൻ സാധിക്കുന്നു. Loyalty builds a long-term relationship between an employer and employee, which helps to reduce the attrition rate. Okay, നമ്മളിപ്പോ നല്ലൊരു വിശ്വസ്തരായ ഒരു എംപ്ലോയറുടെ കൂടെ ഒരുപാട് നാൾ വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കില്ലേ? കാരണം അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ തൃപ്തിപ്പെടുത്തുന്ന ഒരു എംപ്ലോയർ ആകുമ്പോൾ എന്താണ് അവർക്ക് അവരോടൊപ്പം തന്നെ ജോലിക്ക് പോകാനായിട്ട് അല്ലെ? ആ സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ള താല്പര്യം കൂടുതലായിരിക്കും, അവർക്ക് ഒരു ലോയൽറ്റി കൂടുതലായിരിക്കും. അപ്പൊ എന്താണ് അവിടെ എടുത്ത് പറയുന്ന ഒരു കാര്യം, റെഡ്യൂസ് അട്രിഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ വിട്ടുപോകുന്നത് അല്ലെ? ആ ഒരു സ്ഥാപനത്തിൽ നിന്ന് വിട്ടുപോകുന്ന റേറ്റ്
കുറഞ്ഞു വരാനും സാധിക്കും. കാരണം അവർക്ക് താല്പര്യമാണ് ആ എംപ്ലോയറുടെ അണ്ടറിൽ വർക്ക് ചെയ്യാനായിട്ട് അവിടെയുള്ള എംപ്ലോയീസിന് താല്പര്യമാണ്. കാരണം ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളൊക്കെ ലഭ്യമാകുന്നത് കൊണ്ട് തന്നെ അവർ ഹാപ്പിയാണ്. അവർക്ക് ലോയൽറ്റി, അവരോട് ഒരു വിശ്വസ്തത കാത്തു സൂക്ഷിക്കാനായിട്ടും അവിടെ നിന്ന് വിട്ടുപോകുന്നത് കുറഞ്ഞു കൊണ്ടുവരാൻ, അല്ലെ, അതിന്റെ ആ ഒരു റേറ്റ് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഡാഷ് ബിൽഡ് ലോങ് ടേം റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയി വിച്ച് ഹാസ് ടു റിഡ്യൂസ് അട്രിഷൻ റേറ്റ്, അല്ലെ. ഇവിടെ ലോയൽറ്റി ആണ് അത് അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിക്കുന്നത്, അല്ലെ. ലോയൽറ്റി എന്ന് പറഞ്ഞാൽ വിശ്വസ്തത. ആ വിശ്വസ്തത ഉണ്ടാവാനായിട്ടുള്ള സാധ്യത എന്തുകൊണ്ടാണ് വന്നത്? എംപ്ലോയീസിന് ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകളൊക്കെ അനുവദിക്കുന്നത് കൊണ്ട്. ഓക്കെ, അപ്പൊ അടുത്തൊരു ഒബ്ജക്റ്റീവ്സ് ആണ് ടു ബൂസ്റ്റ് മോട്ടിവേഷൻ ഓഫ് എംപ്ലോയീസ്. ക്ലിയർ ആണോ? പോയിന്റ് നോട്ട് ചെയ്യൂ. ഓക്കെ ആണ്. നെക്സ്റ്റ് നോക്കിയാൽ ടു പ്രൊവൈഡ് ടാക്സേഷൻ ബെനിഫിറ്റ്സ്. ഓക്കെ, ടാക്സേഷൻ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നോക്കാം, ഇത്തരത്തിലുള്ള എംപ്ലോയീസ് ബെനിഫിഷ്യൽ ആയിട്ടുള്ളതിനെ ടാക്സ് ഈടാക്കുന്നുണ്ട്, അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ടാക്സിൽ നിന്നും കിഴിവ് നേടാനായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഇത് ഒരുക്കുന്നുണ്ട്. യൂഷ്വലി ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആർ നോൺ ടാക്സബിൾ ഏർണിങ്സ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എംപ്ലോയീസ്. അവിടെ എന്താണ് നോൺ ടാക്സബിൾ ആയിട്ടുള്ള ഒരു ഏർണിങ്സ് ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ദിസ് ഈസ് എ ബെനിഫിറ്റ് ഇൻ അഡീഷൻ ടു ഓൾ അതർ ബേസിക് ബെനിഫിറ്റ്സ്. അപ്പൊ ബേസിക് ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ എംപ്ലോയിയുടെ ഇതായിട്ടുള്ള ആ ഒരു ബെനിഫിറ്റ്സിനോട് അപ്പുറമാണ് ഈ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഈ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ. ഇതിന് ടാക്സ് ഇതാക്കാത്തത് കൊണ്ട് അവർക്കത് അഡീഷണൽ ആയിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ടു പ്രൊവൈഡ് ടാക്സേഷൻ ബെനിഫിറ്റ്. ഓക്കെ, നമുക്കറിയാം സാലറി കൂട്ടി കൊടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് എന്താണ് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെ. അതേസമയം ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇതിന് എന്താണ് ടാക്സിന്റെ അണ്ടറിൽ വരാത്തത് കൊണ്ട് തന്നെ അവിടെ ടാക്സ് പേയ്മെന്റ് വരുന്നില്ല എന്നുള്ളതും പ്രത്യേകതയാണ്. ഓക്കെ, ഓക്കെ അല്ലേ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു ഇംപ്രൂവ് കണ്ടിന്യൂ ചെയ്യാം. ടു ഇംപ്രൂവ് മാനേജ്മെന്റ് ലേബർ റിലേഷൻസ്. എന്താണ് ടു ഇംപ്രൂവ് മാനേജ്മെന്റ് ലേബർ റിലേഷൻസ് എന്ന് പറയുന്നത്? നോക്കാം എന്താണെന്നുള്ളത്. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആക്ട് ആസ് എ കോമ്പൻസേറ്ററി മെക്കാനിസം ടു റെഡ്യൂസ് ഡിസാറ്റിസ്ഫാക്ഷൻ എമംഗ് വർക്കേഴ്സ് റിഗാർഡിംഗ് ബേസിക് വേജസ് and incentives, thus resulting in improved relationship between management and employees. ഓക്കെ, നമുക്കറിയാം അവിടെ എന്താണ് അവർ തമ്മിൽ നല്ലൊരു ബന്ധം, അല്ലെ. തീർച്ചയായിട്ടും എന്താണ് അതൃപ്തിക്ക്, അല്ലെ, ഡിസാറ്റിസ്ഫാക്ഷന് എന്താണ് അവിടെ സാധ്യത വരുന്നത്. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആക്ട് ആസ് എ കോമ്പൻസേറ്ററി മെക്കാനിസം, അല്ലെ. അവിടെ തീർച്ചയായിട്ടും എന്താണ് ഒരു അങ്ങോട്ടും ഇവിടെ പരസ്പരമായിട്ടുള്ള ഒരു കോമ്പൻസേറ്ററി മെക്കാനിസം ആണ് കൊണ്ടുവരുന്നത്. ടു റെഡ്യൂസ് ഡിസാറ്റിസ്ഫാക്ഷൻ എമംഗ് വർക്കേഴ്സ്. വർക്കേഴ്സിന്റെ ഇടയിൽ എന്താണ് ഒരു അതൃപ്തി കൊണ്ടുവരുന്നില്ല, അല്ലെ. ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജിംഗ് ലഭ്യമാകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് അവർക്ക് താല്പര്യമായിരിക്കും, അല്ലെ. അവിടെയുള്ള വർക്കേഴ്സ് അത് താല്പര്യം തന്നെയായിരിക്കും. അതിലെന്താ പറയുന്നത്, റിഗാർഡിംഗ് വേജസ്, അല്ലെ. ബേസിക് ആയിട്ടുള്ള വേജസിന് പുറമെയാണ് ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ലഭ്യമാകുന്നത്, അല്ലെ. അതുകൊണ്ട് തന്നെ അവർക്ക് അതൃപ്തി എന്നുള്ളത് റെഡ്യൂസ് ചെയ്ത് കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ആൻഡ് ഇൻസെന്റീവ് ദസ് റിസൾട്ടിങ് ഇൻ ഇംപ്രൂവ്ഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് എംപ്ലോയി. അങ്ങനെ നമ്മൾ ബേസിക് ആയിട്ടുള്ള വേജസിന് കൂടെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ്സുകളൊക്കെ ലഭ്യമാകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് മാനേജ്മെന്റ് എംപ്ലോയും തമ്മിലൊരു നല്ലൊരു ബെറ്റർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു, അല്ലെ. നമുക്കറിയാം അഡീഷണൽ ആയിട്ട് നമുക്ക് എന്ത് കിട്ടുമ്പോഴും എന്താണ് നമുക്കത് താല്പര്യമായിരിക്കും, അല്ലെ. ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പൊ എന്താണ് അങ്ങനെ വരുമ്പോഴും ഇപ്പൊ ഇൻ കേസ് ചിലപ്പോ ആണെങ്കിൽ ചെറിയ എന്താ പറയാ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്സിന് പകരം നോൺ മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ്സും ആയിരിക്കാം. എനിവേ എന്തായാലും എന്താണ് അവിടെയുള്ള എംപ്ലോയീസ് എന്തായാലും തൃപ്തരായിരിക്കും. കാരണം ബേസിക് ആയിട്ടുള്ള സാലറിക്ക് പുറമെയാണ് ഇത് എന്തെങ്കിലും കൊടുക്കുന്നത്, അല്ലെ. അപ്പൊ ആ അംഗീകാരങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ മോണിറ്ററി അത് യഥാർത്ഥത്തിലുള്ള ബേസിക് വേജസിന് അപ്പുറമുള്ള എന്തെങ്കിലും മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ അത് ലഭ്യമാകുന്നതോടൊപ്പം തന്നെ അവര് തമ്മിൽ നല്ലൊരു ബന്ധം നേടിയെടുക്കാനായിട്ട് സാധ്യമാകുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ലഭ്യമാക്കുമ്പോൾ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഒബ്ജക്റ്റീവ്സ് നോക്കുമ്പോൾ ടു പ്രൊമോട്ട്
കമ്പാനിയൻഷിപ്പ് എമംഗ് എംപ്ലോയീസ് അല്ലെ, അവിടെ എന്താണ് സൗഹൃദമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകും. Also fringe benefits are generated to all the employees without being linked to work performance. ഓക്കെ, നമ്മളിപ്പോ ഒരു ടൂർ പാക്കേജ് കമ്പനി കൊണ്ടുപോവുകയാണ്. അപ്പൊ അങ്ങനെ കൊണ്ടുപോകുമ്പോ ഓക്കെ നിങ്ങളിൽ നിന്ന് കുറച്ച് പേര് ഞങ്ങൾ കൊണ്ടുപോകണുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല. ടൂറൊക്കെ പാക്കേജ് ഒക്കെ ലഭ്യമാക്കുമ്പോൾ എന്താണ് എല്ലാവർക്കും കൂടിയും അതില് പങ്കാളിയാകാനുള്ള അവസരമാണ് കൊടുക്കുന്നത് അല്ലെ. വർക്ക് ചെയ്യുന്നവരെയും വർക്ക് ചെയ്യാത്തവരെയും അല്ലെ, നന്നായിട്ട് കഴിവിറ്റ വർക്കേഴ്സിനെ മാത്രമല്ല കൊണ്ടുപോകുന്നത്, അല്ലാത്തവരെയും കൂടിയൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ട് തന്നെയായിരിക്കും കൊടുക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ ഒരു ട്രാവലിംഗ് അലവൻസ് പ്രൊവൈഡ് ചെയ്യാന്നൊക്കെയാണ്. ഇപ്പൊ ട്രാവലിംഗ് അലവൻസ് ഓക്കെ, നിങ്ങൾ വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് മാത്രമാണ് ട്രാവലിംഗ് അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ള ഒരു നിബന്ധന വന്നു കഴിഞ്ഞാൽ അതിന് അല്ലെ, അങ്ങനെ ഒരു രീതിയിലല്ല ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ ലഭ്യമാകുന്നത്. എല്ലാവർക്കും ഓൾമോസ്റ്റ് ആ കമ്പനികളിലുള്ള എല്ലാ തരത്തിലുള്ള പീപ്പിൾസും കൂടിയാണ് ട്രാവലിംഗ് അലവൻസ് അല്ലെ, അല്ലെങ്കിൽ വണ്ടി സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്ത് അവിടെ നിന്നൊക്കെ അവിടെ എംപ്ലോയീസിനൊക്കെ കളക്ട് ചെയ്ത് കൃത്യസമയത്തൊക്കെ എത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഇവിടെ വർക്ക് പെർഫോമൻസിന് പ്രാധാന്യം ഒന്നും കൊടുക്കുന്നില്ല അല്ലെ. ദേ പ്രൊമോട്ടഡ് കമ്പാനിയൻഷിപ്പ് എമംഗ് എംപ്ലോയീസ്. അങ്ങനെ വരുമ്പോൾ എന്താണ് എംപ്ലോയീസ് തമ്മിൽ പരസ്പരം തന്നെ നല്ലൊരു ബന്ധം അല്ലെ, അവിടെ ഒത്തൊരുമയോട് കൂടിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ഒരുക്കുന്നത്. ഓക്കെ ആണോ? 4-5 പോയിന്റ് ഒക്കെ ആണോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ടു ആക്ട് ആസ് അഷുറൻസ് ഓഫ് എ കൺസേൺ. To act as assurance of a concern. Right. Fringe benefits assure employees that the management is bothered about their needs and their difficulties. Okay, ഇവിടെ എന്താണ് പറയുന്നത്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അഷുർ എംപ്ലോയീസ് അല്ലെ, എംപ്ലോയീസിന് ഒരു അഷുറൻസ് കൂടി അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ആശങ്ക അല്ലെ അകറ്റുന്ന ഒരു രീതിയാണ് ഇവിടെ ഉൾപ്പെടുത്തുന്നത്. എന്താണ് ആശങ്ക അകറ്റുന്ന ഒരു രീതി എന്ന് പറയുന്നത്? അതായത് ഇവർക്ക് ഒരു ട്രെയിനിങ് പാക്കേജ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇവർക്ക് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം, എംപ്ലോയീസിന് ഒരു എന്റർടൈൻമെന്റ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്താണ് തീർച്ചയായിട്ടും എന്താണ് ടു ആക്ട് ആസ് അഷുറൻസ് ഓഫ് എ കൺസേൺ. ആ കൺസേണിന് വേണ്ടിയിട്ട് അവർ പ്രവർത്തിക്കുന്നു അല്ലെ, അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു മനോഭാവം അവിടെ എംപ്ലോയീസിന്റെ ഇടയിൽ നേടിയെടുക്കാനായിട്ട് സാധിക്കുന്നു. ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അഷുർ എംപ്ലോയീസ് ദാറ്റ് ദ മാനേജ്മെന്റ് ഈസ് ബോതേർഡ് അബൌട്ട് their needs and difficulties അല്ലെ. ഇപ്പൊ ഒരു ട്രാവലിംഗ് ബസ് ഒരു പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ വരാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അത് കണ്ടറിഞ്ഞിട്ടാണ് അവര് അങ്ങനെ ഒരു പാക്കേജ് ലഭ്യമാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് മനസ്സിലാക്കുന്നു ഓക്കെ നമ്മളെ കൺസിഡർ ചെയ്യുന്നുണ്ട്, നമ്മളെ പരിഗണിക്കുന്നുണ്ട്, വർക്കേഴ്സിനെ പരിഗണിക്കുന്നുണ്ട് എന്ന് തോന്നൽ വരുന്നു. അങ്ങനെ അവർ തമ്മിലൊരു വിശ്വാസം, ഒരു ലോയൽറ്റി ഫോം ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴെന്താണ് അവിടെയുള്ള വർക്കേഴ്സ് സാറ്റിസ്ഫാക്ഷനോടുകൂടി വർക്ക് ചെയ്യാനും ആ കമ്പനിയിൽ നിന്ന് വിട്ടുപോവാതിരിക്കാനായിട്ടുള്ള ഒരു സാധ്യത അവിടെ ലഭ്യമാകുന്നു. ശരിയാണോ? അതും ഒരു ഇമ്പോർട്ടന്റ് ആണ്. ഡാഷ് അഷ്യൂർ എംപ്ലോയീസ് ദാറ്റ് ദ മാനേജ്മെന്റ് ഈസ് ബോതേർഡ് അബൌട്ട് their needs and difficulties. ഇതാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് അഷ്യൂർ അല്ലെ, ഉറപ്പുവരുത്തുന്നത്. ലാസ്റ്റ് പോയിന്റ് നോക്കുകയാണെങ്കിൽ ടു റെഡ്യൂസ് ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റ്. അതായത് എന്തുകൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സ് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുന്നത് പറയുന്നത് നോക്കാം എന്താണ്. Since some of the fringe benefits like the same gift to all transportation and the canteen facility are distributed actively to all the employees, the volume of the material or services involved in these benefits could significantly reduce the cost because of acquiring these products or services in a bulk. Okay, ഇപ്പൊ in case ഒരു ട്രാവലിംഗ് അലവൻസ് കൊടുക്കുക, അതായത് ബസ് റൂട്ടില് വന്ന് അല്ലെ അവിടെയുള്ള എംപ്ലോയീസിനെ കളക്ട് ചെയ്തിട്ട് കമ്പനിയിൽ എത്തിക്കുന്ന ഒരു ട്രാവലിംഗ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ക്യാൻറ്റീൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. നമുക്കറിയാം ഇത് എല്ലാവർക്കും കൂടിയുമാണ് ബൾക്കായിട്ട് കൊടുക്കുന്നത് അല്ലെ, സെപ്പറേറ്റ് ഓരോ ഇൻഡിവിജ്വലിനല്ല അവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ബൾക്കായിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴെന്താ പ്രത്യേകത? അവിടെ കോസ്റ്റും റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഇത് കൈകാര്യം ചെയ്യുന്നത്, ഒരു ഒട്ടനവധി ജനങ്ങൾക്ക് അവിടെയുള്ള എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടാണ് ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് പറയുന്നത്, അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അല്ലെ. ഒന്നിച്ച് എല്ലാവർക്കും വേണ്ടിയിട്ട്
സർവീസ് ചെയ്യുക, എല്ലാവർക്കും വേണ്ടിയിട്ട് കാൻഡിഡേറ്റ് സർവീസ് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ടും അല്ലെ നമ്മളെ ടൂർ പാക്കേജ് ചെയ്യുക. ഇങ്ങനെ എല്ലാം ചെയ്യുമ്പോൾ അവിടെ കോസ്റ്റിനെ ഒരു പരിധി കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത് സർവീസ് ഇൻവോൾവ് ഇൻ ദീസ് ബെനിഫിറ്റ്സ് വുഡ് significantly reduce the cost because of acquiring these products or service in bulk. ബൾക്കായിട്ടാണ് ഇവര് സേവനം നൽകുന്നത് അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്നത്, നേടുന്നതൊക്കെ ബൾക്കായിട്ട്. ഇപ്പൊ കാൻഡിഡേറ്റ് സർവീസിന് വേണ്ടിയിട്ട് സാധാരണ പർച്ചേസ് ചെയ്യുമ്പോൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തിട്ടാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് സാധിക്കുന്നു. ഓക്കെ ആണോ? ജസ്റ്റ് ആ പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം. എന്തൊക്കെയാണോ ഒബ്ജക്റ്റീവ്സ് എന്നുള്ള ചോദ്യം വരുമ്പോൾ ഈ ഒരു ഹെഡിങ്സ് ഒക്കെ ഓക്കെ ആവണം. ഓക്കെ, നോട്ട് ചെയ്യാം. അല്ലേ, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ചെയ്യണോ? അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് അല്ലെ. പ്രിൻസിപ്പിൾസ് ഓഫ് എംപ്ലോയീസ് ബെനിഫിറ്റ് ആണ് നെക്സ്റ്റ്. അതിന്റെ തത്വങ്ങൾ അല്ലെ, എന്തൊക്കെയാണ് എംപ്ലോയീസ് ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ട തത്വങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിലെ ഫസ്റ്റ് വൺ നോക്കാം. എന്താണ് ഫ്രണ്ട്ഷിപ്പ് ബെനിഫിറ്റ്സ്? എന്താണ് ഡിസ്ബേഴ്സ്മെന്റ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ബെനിഫിറ്റ്സ് should be based on the following principles. എന്തൊക്കെ തത്വങ്ങളാണെന്ന് പറയുന്നത് ഇവിടെ. എന്താണ് ഫസ്റ്റ്ലി പറയുന്നത്, ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് must be truly beneficial to the employees. The employees do not appreciate superficial fringe benefits. ഓക്കെ, അവിടെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ശരിക്കും ആർക്ക് വേണ്ടിയിട്ടാണ് ലഭ്യമാക്കുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ് അത് ലഭ്യമാക്കേണ്ടത്? ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ആർക്ക് വേണ്ടിയിട്ടാണ് ലഭ്യമാക്കുന്നത്? എംപ്ലോയർക്ക് വേണ്ടിയിട്ടാണോ എംപ്ലോയിക്ക് വേണ്ടിയിട്ടാണോ? അറിയില്ല. എംപ്ലോയിക്ക് വേണ്ടി. ഓക്കെ, അപ്പൊ അതിന് പ്രധാനമായിട്ട് പറയാണ് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഈ ഒരു പാക്കേജ് അല്ലെ, അത് ശരിക്കും പ്രയോജനകരമായിട്ടുള്ള രീതിയിൽ തന്നെ അത് ചെയ്യണം അല്ലെ. അതേസമയം ഇവരിപ്പോ ഒരു പ്രധാനമായിട്ട് ഇതൊരു വലിയ ഒരു സംഭവമായിട്ട് the employees do not appreciate the superficial fringe benefits. Okay, fringe benefits എന്ന് പറയുന്ന ഒരു വലിയൊരു വിപ്ലവകരമായിട്ടുള്ള ഒരു കാര്യമായിട്ടൊന്നും എംപ്ലോയീസ് കൺസിഡർ ചെയ്യണമെന്നില്ല. അത് എംപ്ലോയിക്ക് വേണ്ടിയിട്ട് യഥാർത്ഥത്തില് എംപ്ലോയർ ലഭ്യമാക്കുന്ന ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജ് ആണെന്നുള്ളൊരു കൺസിഡറേഷൻ അവിടെ ആവശ്യമാണ്. fringe benefits must be provided out of a sincere culture for the വെൽഫെയർ ഓഫ് എംപ്ലോയീസ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എംപ്ലോയിയുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഈ ഫ്രിഞ്ച് ബെനിഫിറ്റ്സുകൾ ലഭ്യമാകുന്നത്. The management should not experience any pressure, nor should they adopt a sense of superiority because of their position as donors. ഓക്കെ, ഇവിടെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എംപ്ലോയീസ് എപ്പോഴും എന്താണ് ഇങ്ങനെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് ലഭ്യമാക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ ഒരിക്കലും എന്താണ് തൊഴിലുടമ അതൊരു വലിയൊരു അല്ലെ ഒരു അഹങ്കാരത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഒരു ഞങ്ങൾ നിങ്ങളുടെ ഡോണേഴ്സ് ആണ്, ഇത് നിങ്ങൾക്ക് ഈ ആനുകൂല്യങ്ങളൊക്കെ ഞങ്ങൾ
തന്നു വിടുന്നതാണ്, നിങ്ങളുടെ മികവുണ്ടൊന്നല്ല എന്നുള്ളൊക്കെ ഒരു മൈൻഡില്ലേ. അങ്ങനെയുള്ള ഒരു അഹംഭാവത്തോട് കൂടിയിട്ടുള്ള പ്രതിബന്ധൻസ് ആകരുത്. അവർക്ക് വേണ്ടിയിട്ട് അവരെ സാറ്റിസ്ഫാക്ഷൻ ചെയ്തുകൊണ്ട് അവരെ തൃപ്തികരമാക്കിയിട്ട് ഓർഗനൈസേഷൻ ലക്ഷ്യം നേടിയെടുക്കുക എന്നുള്ള ഒരു മനോഭാവമാണ് വേണ്ടത്. അല്ലെങ്കിൽ എന്താണ് ഞങ്ങളുടെ ആനുകൂല്യം കൈപ്പറ്റിക്കൊണ്ട് നിങ്ങൾക്കുള്ള ഒരു മൈൻഡ്, ആ ഒരു ടേംസ് എംപ്ലോയർ ഒരിക്കലും എടുക്കരുത് എന്നുള്ളതാണ്. Then the benefits should be proportionate to the cost. തീർച്ചയായിട്ടും നമുക്കറിയാം എംപ്ലോയർ ഒരിക്കലും അധികമായിട്ട് കോസ്റ്റ് മുടക്കിയിട്ട് എംപ്ലോയീസിന് ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാക്കിയില്ല, അല്ലേ? ശരിയല്ലേ? കമ്പനി നഷ്ടത്തിലാക്കിയിട്ട് എംപ്ലോയീസിനെ തൃപ്തിപ്പെടുത്താനായിട്ട് അറിയാൻ തയ്യാറാവോ? ഇല്ല, അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും എംപ്ലോയിനെ സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്നതോടൊപ്പം തന്നെ അനുയോജ്യമായ കോസ്റ്റ് ആണ് എന്ന് എപ്പോഴും എംപ്ലോയർ ശ്രമിക്കും, അല്ലെ? അത് അറിയാനായിട്ട് ശ്രമിച്ചിട്ടാണ് അത് കൊടുക്കുകയുള്ളൂ, അല്ലെ? അപ്പൊ അതൊരു പ്രധാനപ്പെട്ട ഒരു തത്വം തന്നെയാണ്. ലഭ്യമാകുന്നത് ഫണ്ട് അനുസരിച്ചിട്ടുള്ള എക്സ്പെൻസ് ചെലവഴിക്കാനായിട്ട് പാടുള്ളൂ. Administration of our fringe benefits must be well planned and should be considered by everyone. ഓക്കെ, ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ കൊടുക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ നന്നായിട്ട് തന്നെ പ്ലാൻ ചെയ്യണം, അല്ലെ? ഒരിക്കലും ഒരു കൂട്ടരം വിവാഹങ്ങളെ ഒഴിവാക്കാൻ പാടില്ല. ഷുഡ് ബി കൺസിഡർഡ് ബൈ എവരിവൺ. അവിടെയുള്ള എംപ്ലോയീസിനെ എല്ലാവരേക്കും ബാധകമാകുന്ന, എല്ലാവർക്കും ലഭ്യമാകുന്ന തരത്തിലുള്ള കൺസിഡറേഷൻ ആണ് എന്താണ് അവിടെ എംപ്ലോയീസ് ബെനിഫിറ്റ്സിൽ ആ പാക്കേജിലൊക്കെ ലഭ്യമാക്കാനായിട്ട് പാടുള്ളൂ. Then fifth one പറയുന്നത് concerns of employees should be respected as far as possible, and the negotiating capacity of the labor union should also be taken into consideration. Okay, concerns of employees should be respected as far as possible, അല്ലെ? അവിടെ എപ്പോഴും തീർച്ചയായിട്ടും എന്താണ് എംപ്ലോയീസ് പരസ്പരം എന്താണ് എല്ലാവരെയും എന്താണ് റെസ്പെക്ട് ചെയ്യും, ബഹുമാനാർത്ഥം തന്നെ കൈകാര്യം ചെയ്യണം. അത് നെഗോഷിയേഷൻ ഇൻ കേസ് നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചർച്ച നടത്തിയിട്ട് മാത്രം യൂണിയന്റെയും കൂടി ആഭിമുഖ്യത്തില് ചർച്ച നടത്തിയിട്ട് മാത്രമായിരിക്കും ചിലപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ പരിഗണന കിട്ടുന്നത്, അല്ലെ? എംപ്ലോയീസ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എല്ലാം തന്നെ ചിലപ്പോൾ എംപ്ലോയർ ലഭ്യമാക്കണമെന്നില്ല. ചിലപ്പോഴൊക്കെ എന്താണ് ചർച്ചകളെങ്കിലും നടത്താനായിട്ടുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടായിരിക്കും. അതിനുള്ള ഒരു അവസരം പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. സിക്സ് വൺ പറയുന്നത് എന്താണ്? ഇറ്റ് ഷുഡ് ബി പോസിബിൾ ടു എസ്റ്റിമേറ്റ് ദ cost of benefits and adequate finance should be made available. ഓക്കെ, തീർച്ചയായിട്ടും എന്താണ് ഇത്തരത്തിലുള്ള ഈ ആനുകൂല്യങ്ങളൊക്കെ, അല്ലെ? ഈ ആനുകൂല്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് വില കണക്കാക്കാനായിട്ടൊന്ന് കഴിയണം, അല്ലെ? നമ്മളിപ്പോ കൊടുക്കുന്ന ഒരു മൂല്യത്തിന് അതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ കിട്ടും, അല്ലെ? അങ്ങനെ ഒരു വില കണക്കാക്കാനായിട്ട് എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ഓഫ് ബെനിഫിറ്റ്സ്, നമ്മൾ മുടക്കുന്ന കോസ്റ്റിനനുസരിച്ചിട്ട് ബെനിഫിറ്റ്സ്, അതല്ലേ? നമ്മളിപ്പോ ഇത്രയും ചാർജ് ചെയ്ത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സംഭവം കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഉത്പാദിപ്പിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ അവരെന്താണ് അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ബെനിഫിഷ്യൽ പാക്കേജുകൾ ലഭ്യമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് അതിൽ നിന്ന് ഇത്രയുള്ള കൂടുതൽ അധിക നേട്ടം നേടിയെടുക്കാൻ സാധിക്കും, അല്ലെ? ആ ഒരു എസ്റ്റിമേഷൻ ഉണ്ടാവുമ്പോഴാണ് അത്രയധികം കോസ്റ്റ് ചെലവഴിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന്റെ അഡിക്വേറ്റ് ഫിനാൻസ് ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ. എപ്പോഴും നമുക്കറിയാം മതിയായ എന്താണ് ഫിനാൻസ് അവിടെ പ്രൊവൈഡ് ചെയ്യണം, അല്ലെ? ഒരു പാക്കേജ് തീരുമാനിച്ചിട്ട് അതിനനുസരിച്ചിട്ടുള്ള പാക്കേജ് കൊടുക്കാനുള്ള ഫിനാൻസ് ലഭ്യമല്ല എങ്കിൽ നമുക്കറിയാം അത് ചുറ്റിപ്പോകും, അല്ലെ? അപ്പൊ എംപ്ലോയർ തമ്മിലുള്ള ബന്ധത്തിന് തന്നെ അതൊരു വഷളാവും, അല്ലെ? അവരൊരു വാഗ്ദാനം നൽകിയിട്ട് ലഭ്യമായില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ലോയാലിറ്റിക്ക് പകരം വേറെ രീതിയായിരിക്കും, അല്ലെ? ഒരു വിശ്വസ്തരായ തൊഴിലാളികളാവണമെന്നില്ല, അല്ലെ? അവർ ചിലപ്പോൾ യൂണിയന്റെ നേതൃത്വത്തിലൊക്കെ സമരവും ലോഗൌട്ട് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എന്താണ് കോസ്റ്റിന് അനുസരിച്ചിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജുകൾ, അതായത് ബെനിഫിറ്റ് കിട്ടും എന്നുള്ള രീതി അത് കണ്ടെത്തിയിട്ട് വേണം ഇത്തരത്തിലുള്ള ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാക്കാനായിട്ട്. സെവൻത്ത് പോയിന്റ് കണ്ടിന്യൂ ചെയ്യാലോ? പോയിന്റ് ഡൗട്ട് ഉണ്ടോ? സിക്സ്ത് പോയിന്റ് വരെയും പറഞ്ഞ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കണ്ടിന്യൂ ചെയ്തോട്ടെ. Seventh point, the benefit must be as a broad basis as possible. That is, it should be applicable to as a large number of employees as possible. Okay, ഒരു പ്രധാനമായിട്ടും പറയുന്നത്
ബോർഡ് ബേസ് അല്ലെ പോസിബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബോർഡ് ബേസിൽ തന്നെ ഇത്തരത്തിലുള്ള ഫ്രണ്ട്ലി ബെനിഫിറ്റ്സുകളെല്ലാം കൈകാര്യം ചെയ്യണം. അതായത് it should be applicable to as large a number of employees as possible. ഒരുപാട് എംപ്ലോയീസിന് അതിന്റെ ഗുണം കിട്ടണം. ഒരു വലിയ സ്ഥാപനമാണെങ്കിൽ ഈവൻ ഫീൽഡ് വർക്കർ തുടങ്ങി അങ്ങനെ മേലധികാരികൾ വരെയുള്ള ഇതുകളില് ലെവലുകളിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എന്തെങ്കിലും ബെനിഫിഷ്യൻ കിട്ടുന്ന തരത്തിലുള്ള പാക്കേജുകളാണ് പരിഗണിക്കേണ്ടത് അല്ലെ. അതുകൊണ്ടാണ് പറയുന്നത് it should be applicable to as large a number of employees as possible. The last point, employees should be well informed about using the benefit of a maximum advantage. For example, if it is a monetary form, so employees should be educated on how to invest wisely or how to use it sensibly and most in the misuse away the money received. Okay. നമ്മളിപ്പോ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകൾ ലഭ്യമാകുമ്പോൾ അതോടൊപ്പം തന്നെ ചില അവര് സേവിങ്സ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും തയ്യാറാക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അത് അല്ലെ കൊടുക്കുന്ന അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സുകളൊക്കെ എന്താണ് ചിന്തിച്ചിത്തിരി പോകാതിരിക്കാനായിട്ട് അല്ലെ അതിന് നല്ലൊരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാക്കേജുകൾ കൊടുക്കണം. അവർക്ക് അതിനുള്ള ഒരു അവയർനെസ് കൊടുക്കണം അല്ലെ. ഇഫ് ഇറ്റ് ഈസ് മോണിറ്ററി ഫോം ഇൻ കേസ് ചിലപ്പോൾ ആണെങ്കിൽ പണം അഡീഷണൽ ആയിട്ടുള്ള പണമായിരിക്കും അവർക്ക് ലഭ്യമാക്കുന്നത്. Employees should be educated on how to invest. ഇത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം അല്ലെ. ഈ അഡീഷണൽ ആയിട്ടുള്ള ഫണ്ട് എവിടെ ഇൻവെസ്റ്റ് ചെയ്താലാണ് നിങ്ങൾക്ക് മാക്സിമം ആയിട്ടുള്ള റിസൾട്ട് നേടിയിട്ട്. ചിലപ്പോഴൊക്കെ നമുക്കറിയാം ഇപ്പോ നിലവിലുള്ള ജീവനക്കാരുടെ ഇടയിൽ നിന്ന് അല്ലെ PF പോലെയൊക്കെ നമുക്കറിയാം എന്താണ് അത് ഫ്യൂച്ചറിൽ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള അറിവ് അത് എന്താണ് ഈ അറിവിൽ തന്നെ ഈ ഒരു രീതിയിൽ തന്നെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജിനോടൊപ്പം തന്നെ അവർക്ക് അവരുടെ എംപ്ലോയീസിനെ ലഭ്യമാക്കി കൊടുക്കണം. ഓക്കെയാണോ? പോയിന്റ് വരെയാണ് പ്രിൻസിപ്പൽസ് പറഞ്ഞത്. ജസ്റ്റ് വായിച്ചു നോക്കാം. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നോക്കിയായിരുന്നോ? ഒബ്ജക്റ്റീവ്സും പ്രിൻസിപ്പിൾസും ഒക്കെ അങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഒബ്ജക്റ്റീവ്സിൽ നമുക്കറിയാം ഹെഡിങ്സ് അതൊക്കെ തന്നിട്ടുണ്ട് അല്ലെ. അതില് ലാസ്റ്റ് പോയിന്റിലൊക്കെ പറയുന്നുണ്ട് ബെനിഫിറ്റ്സ് മസ്റ്റ് ബി board based as possible, that is it should be applicable to as large number of employees as possible അല്ലെ. ബെനിഫിറ്റ്സ് എപ്പോഴും എന്താണ് അവിടെയുള്ള എല്ലാവർക്കും ലാർജ് നമ്പർ ഓഫ് എംപ്ലോയീസിന് ലഭ്യമാക്കത്തക്ക വിധത്തിൽ ബോർഡ് ബേസിലായിരിക്കണം എന്താണ് നമ്മുടെ ബെനിഫിഷ്യൽ പാക്കേജുകളൊക്കെ ലഭ്യമാക്കാനായിട്ട്. ഓക്കെ, പോയിന്റ് ഒക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് പോവാം. ഇതിൽ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് ടൈപ്പ് ഓഫ് എംപ്ലോയി ബെനിഫിറ്റ്സ് ആണ്. അതിലൊരു ചാർട്ടൊക്കെ വരച്ചു തന്നിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നമുക്ക് കാണാം, അതൊക്കെ നോക്കാം. അതില് ടൈപ്സ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോ കാണാം പേയ്മെന്റ് ഓഫ് ടൈം നോട്ട് വർക്ക്ഡ്, എംപ്ലോയി സെക്യൂരിറ്റി,
safety and health provisions, welfare and recreational facilities, old age and retirement benefits. Okay, അപ്പൊ പലതരത്തിലുള്ള ബെനിഫിഷ്യറി പാക്കേജുകളെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്. വർക്ക് ചെയ്തില്ല എങ്കിൽ പേയ്മെന്റ് കൊടുക്കണം അല്ലെ? അങ്ങനെ ആരെങ്കിലും തരുമോ? കുറച്ചൊക്കെ ബെനിഫിറ്റ് നമുക്ക് കിട്ടും അല്ലെ? എല്ലാ മൺഡേ ടു സൺഡേ വരെ വർക്ക് ചെയ്യണമെന്നില്ല അല്ലെ? കുറച്ച് ഇതുകളിലൊക്കെ ചിലപ്പോ ചില ഡ്യൂട്ടികളിനനുസരിച്ചിട്ട് വേരിയേഷൻ ഉണ്ടാവാം. പക്ഷെ ഒരു മിക്കവാറും ഒരു നമ്മുടെ കോമൺലി അല്ലെ ഒരു സൺഡേ ഹോളിഡേ ആയിട്ട് എടുത്തിട്ടാണ് ബാക്കി എല്ലാ ദിവസവും വർക്കിംഗ് ഡേ ആക്കുന്നത്. നമുക്കറിയാം തീർച്ചയായിട്ടും സൺഡേയില് ആനുകൂല്യം ലഭ്യമാക്കുന്നുണ്ട് അല്ലെ? അപ്പൊ അവിടെ തീർച്ചയായിട്ടും അങ്ങനെ തരത്തിലുള്ള ഒരു രീതി പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്. പ്രത്യേകിച്ച് നമ്മൾ ഇതിന്റെ ഒപ്പം അങ്ങനെ പറഞ്ഞുകൊള്ളുന്നില്ല, കാരണം ഇവിടെ പോയിന്റ് വൈസ് ആയിട്ട് ഓരോന്നും അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതില് ജസ്റ്റ് പക്ഷെ ആ ഒരു ഫോർമാറ്റ് നോക്കാം. പേയ്മെന്റ് ഫോർ ടൈം, ഇതില് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു ചാർട്ട് പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇതിൽ പെടുന്നത് ഏത്, അതിൽ പെടാത്തത് ഏത്, ഓടുവെള്ള ഔട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ചെറുപ്ര ഇതിനുള്ളിൽ കാണാറുണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു ഒന്നിന്റെ മണ്ടറിൽ എന്താ വരുന്നത്? പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്കില് എന്തൊക്കെയാ വരുന്നത്? പെയ്ഡ് ഹോളിഡേസ്, ഷിഫ്റ്റ് പ്രീമിയം, ഹോളിഡേ പേ, പെയ്ഡ് വെക്കേഷൻ അല്ലെ? അങ്ങനെ 4 തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അപ്പൊ അതനുസരിച്ചുള്ള പോയിന്റ്സുകൾ താഴെ പഠിക്കാറുണ്ട്. അപ്പൊ ജസ്റ്റ് മനസ്സിലാക്കാം. എംപ്ലോയി സെക്യൂരിറ്റി, എംപ്ലോയിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്ന പോയിന്റില് എന്താണ്? റിട്രീച്ച്മെന്റ് കോമ്പൻസേഷൻ, ലേ ഓഫ് കോമ്പൻസേഷൻ ഒക്കെ അവിടെ പിരിച്ചുവിടുമ്പോഴും അല്ലെങ്കിൽ ലേ ഓഫ് ഒക്കെ നടത്തുമ്പോഴും എന്താണ് കൊടുക്കുന്ന കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സേഫ്റ്റി ആൻഡ് ഹെൽത്ത് പ്രൊവിഷന്, അതായത് സുരക്ഷ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ടത്. വെൽഫെയർ ആൻഡ് റിക്രിയേഷണൽ ഫെസിലിറ്റീസ്, അതിനാണ് കൂടുതൽ പോയിന്റ്സ് വന്നിരിക്കുന്നത്. അതായത് ക്ഷേമ പ്രവർത്തനങ്ങൾ, എംപ്ലോയിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ. അപ്പൊ എംപ്ലോയിയുടെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ പെടുന്നുണ്ട്? ഹൗസിംഗ് ഉണ്ട്, ക്യാൻറ്റീൻസ് ഉണ്ട്, കൺസ്യൂമർ സൊസൈറ്റീസ് ഉണ്ട്, ക്രെഡിറ്റ് സൊസൈറ്റീസ് ഉണ്ട്, എംപ്ലോയീസ് കൗൺസിലിംഗ് ഉണ്ട്, ലീഗൽ അസിസ്റ്റൻസ് ഉണ്ട്, എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, വെൽഫെയർ സെക്ഷൻസ്, ഹോളിഡേ ഹോംസ്, പിക്നിക്സ് ആൻഡ് പാർട്ടീസ്, മിസ്ലേനിയസ്. ഓക്കെ, ഇതില് ഈ പോയിന്റ്സ് എല്ലാം തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ മനസ്സിലാക്കി വെക്കുക, വെൽഫെയർ ആൻഡ് റിക്രിയേഷൻ ഫെസിലിറ്റീസിലാണ് ഇതെല്ലാം വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? കേരളേ ഓക്കെ, അപ്പൊ അതില് നമ്മൾ കണ്ടതാണ് ഹൗസിംഗ് ക്യാൻറ്റീൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്. ഓൾഡ് ഏജ് ആൻഡ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ മനസ്സിലാക്കുക? അതായത് ഏജ് കൂടിപ്പോയിട്ടാണ്. അപ്പൊ അവിടെ എംപ്ലോയിയുടെ വർക്ക് ചെയ്യുന്ന ടൈമാണോ? അല്ല, എംപ്ലോയിയുടെ വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ ആ ഒരു കാലഘട്ടത്തിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ കൂട്ടി അവർക്ക് ആവശ്യമായിട്ടുള്ള ബെനിഫിഷ്യൽ പാക്കേജ് അല്ലെ PF പോലെയുള്ള കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നത് എംപ്ലോയിയുടെ എന്താണ് ഇൻ കേസ് ആഫ്റ്റർ സർവീസിന് ശേഷമുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളൊക്കെയാണ് അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള പാക്കേജുകളും ഇതിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ ടൈപ്സ് ഓഫ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സിനെ മെയിൻ കാറ്റഗറി എന്ന് പറയുന്നത് പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്ഡ്, employee security, safety and health provisions, welfare and recreational facilities, old age and retirement benefits. Okay, അതിന്റെ ഉള്ളിൽ തന്നെയാണ് പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്കിന്റെ അണ്ടറിലാണ് വരുന്നത് പെയ്ഡ് ഹോളിഡേസ്, ഷിഫ്റ്റ് പ്രീമിയം, ഹോളിഡേസ്, പെയ്ഡ് വെക്കേഷൻ ഒക്കെ. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പഠിക്കുന്ന കാര്യത്തിലേക്ക് പോകാം അല്ലെ? ചാർട്ട് എത്ര എടുത്താ പോരെ? അതില്ലേ ചെറിയ ഐഡിയ കിട്ടിയില്ലേ? കണ്ടിന്യൂ ചെയ്ത് പോവാലോ?
ഓക്കെ, നമ്മുടെ വലിയ ചാപ്റ്റർ ആണ്, അപ്പൊ അങ്ങനെ മൂവ് ചെയ്ത് പോവാം. കണ്ടിന്യൂ ചെയ്തോട്ടെ. ചാപ്റ്റർ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ടോ? ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ് ഇതെല്ലാം തന്നെ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, നമ്മുടെ ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പേയ്മെന്റ് ഫോർ ടൈം നോട്ട് വർക്ക്. അവിടെ പേയ്മെന്റ് ടൈം നോട്ട് വർക്ക് എന്ന് പറയുമ്പോൾ ജോലിക്ക് പോകുമ്പോൾ എന്താണ്, ജോലി ചെയ്യാത്ത അതുമായി ബന്ധപ്പെട്ട സമയത്തിനുള്ള കൂലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ദിസ് കാറ്റഗറീസ് ഇൻക്ലൂഡ്സ് ആസ് ഫോളോസ്. താഴെപ്പെടുന്ന കാര്യങ്ങളാണ് അതിൽ ഇൻവോൾവ് ആവുന്നത്. ഫസ്റ്റ് വൺ ഹോളിഡേ പേ, പെയ്ഡ് ഹോളിഡേസ്, ഷിഫ്റ്റ് പ്രീമിയം, പെയ്ഡ് ഒക്കേഷൻ. ഓക്കെ, ഇതില് ആദ്യം തന്നെ എന്താണ് പ്രധാനമായിട്ട് പറയുന്നത്, ഹോളിഡേ പേ. വർക്കേഴ്സ് ഹു ഹാവ് വർക്ക്ഡ് ഓൺ പെയ്ഡ് ഹോളിഡേസ് ആർ പെയ്ഡ് ഡബിൾ ദ റേറ്റ് ഓഫ് നോർമൽ സാലറി. അവർക്ക് എന്താണ്, തീർച്ചയായിട്ടും എന്താണ്, അവധി ദിവസം അവധി കൊടുക്കുന്നതോടൊപ്പം തന്നെ ഡബിൾ ദ റേറ്റ് ഓഫ് നോർമൽ സാലറിയുടെ ഡബിൾ റേറ്റും കൂടി കൊടുക്കുന്ന ഒരു അവസ്ഥയിൽ അതായിരിക്കും കൂടുതൽ, എല്ലാവർക്കും അതായിരിക്കും ഇഷ്ടം. ഓക്കെ, എനിവേ എന്താണ് അവിടെ പെയ്ഡ് ഹോളിഡേസ് അല്ലെ, ശമ്പളത്തോടു കൂടിയ അവധി ദിനങ്ങൾ. ജോലി ചെയ്താല് ഇൻ കേസ് നമുക്കറിയാം ശമ്പളത്തോട് കൂടിയിട്ടുള്ള അവധി ദിനങ്ങളിൽ ജോലി ചെയ്താൽ എന്താണ് ഡബിൾ റേറ്റ് കിട്ടും. ഓക്കെ, നമുക്കറിയാം എല്ലായ്പ്പോഴും അവധി ഉണ്ടാവും അല്ലെ, മാസത്തില് എത്ര അവധികള് വിവിധ കമ്പനികൾ തീരുമാനിക്കും, അതനുസരിച്ചുള്ള ലീവുകൾ ഉണ്ടാവും. പക്ഷെ ഈ അവധി ദിവസങ്ങളിൽ ഡ്യൂട്ടി ചെയ്യുന്നവരുണ്ട് എങ്കിൽ അവർക്ക് എന്താണ് അധിക കൂലി വാഗ്ദാനം ചെയ്യാതെ, അതായത് ഡബിൾ റേറ്റ് ഓഫ് സാധാരണ ദിവസത്തിന്റെ ഡബിൾ റേറ്റ് അവർക്ക് വാഗ്ദാനം ചെയ്യുന്നു. ക്ലിയറായോ? ഫസ്റ്റ് പോയിന്റ് ആണോ? holiday pays. Okay, then next paid holidays. ഇതില് paid holidays എന്നാ പറയാൻ നോക്കാം. Paid holidays, the Factories Act 1948 specifies that an adult workers shall be free weekly paid holiday, most probably on Sunday. A worker who is derived of a weekly days is eligible for the number of days equal to number of holidays he is deprived of in the same month. എന്താ പ്രധാനമായിട്ടും പറയുന്നത്, അതായത് ഇവര് ഹോളിഡേസ് കൊടുക്കുമ്പോഴല്ലേ, പ്രോബബ്ലി നമുക്കറിയാം ഹോളിഡേസ് എപ്പോഴും സാധാരണയായിട്ട് ഹോളിഡേസ് എപ്പോഴും ഏത് ദിവസം നമുക്ക് കിട്ടാറ്, ദിവസമാണ് സാധാരണ വീക്കിലി ഒരു ഹോളിഡേ കിട്ടുന്നത്. മിക്കവാറും ഏത് ദിവസമായിരിക്കും നമ്മളിവിടെ ഹോളിഡേ? സൺഡേ അല്ലേ? അല്ലേ? നിങ്ങളിവിടെ തന്നെ ഇല്ലേ? എനിക്ക് മെസ്സേജ് അയക്കാൻ വെച്ചാലൊക്കെ കാണാൻ പറ്റില്ല, ഈ സൈഡിൽ മാത്രം. സോറി, തമ്പൊക്കെ ഇട്ടെങ്കിൽ ഞാൻ കാണാൻ പറ്റിയെന്ന് വരില്ല. മെസ്സേജ് അയച്ചാലാണ് നമുക്ക് ഒക്കെയാണ്. നിങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സൺഡേ ആണ് ഹോളിഡേ എന്നൊക്കെ. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നത് അവിടെ നിന്ന് ഇങ്ങനെ ഇടയ്ക്ക് ഇതിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടോ എന്ന് അറിയാനാണ്. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ടു എന്താണ് സൺഡേ ഹോളിഡേ അല്ലെ. വർക്കർ അതില് ഫാക്ടറീസ് ആക്ട് പ്രകാരം എന്താ പറയുന്നത്, വർക്കർ ഹു ഈസ് deprived of weekly holidays is eligible for the number of days equal to the number of holidays is deprived of in the same month. അല്ലെ, ഇവിടെ സെയിം മാസത്തിൽ തന്നെ അവർക്ക് അതനുസരിച്ചിട്ടുള്ള കൂലികൾ ലഭ്യമാക്കുന്ന ഒരു രീതിയാണ് പറയുന്നത്. Some organization to paid holidays in a week. 2 ദിവസം ഇതേപോലെ തന്നെ പേയ്മെന്റോട് കൂടിയിട്ടുള്ള 2 ദിനങ്ങൾ അല്ലെ, വീക്കിലി സാറ്റർഡേയും സൺഡേ പേയ്മെന്റോട് കൂടിയിട്ടുള്ള ലീവുകളും അനുവദിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ കമ്പനികളും ഒരേപോലെയല്ല സൺഡേ ഹോളിഡേ ആയിട്ട് അനുവദിക്കുന്നു. പക്ഷെ ചില കമ്പനികളെങ്കിലും 2 ദിവസം ശമ്പളത്തോടു കൂടിയ 2 ലീവുകൾ അനുവദിക്കുന്നുണ്ട്. ഓക്കെ, then എന്താണ് വീണ്ടും ഷിഫ്റ്റ് പ്രീമിയം. Organizations working in the second and third shifts
compensated by paying a premium to workers who have worked for the odd hours shift. Okay. അവിടെ എന്താണ് പ്രധാനമായിട്ട് പറയുന്നത്, രണ്ടാമത്തെയും മൂന്നാമത്തെയും ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഒറ്റ മണിക്കൂറിന് അല്ലെ ഷിഫ്റ്റ് ചെയ്ത തൊഴിലാളികൾക്ക് പ്രവേശന അളവ് അനുസരിച്ചിട്ട് തന്നെ നഷ്ടപരിഹാരം ലഭ്യമാകുന്നു. അതായത് അവർക്ക് എന്താണ് 2 ദിവസം 2-3 ദിവസത്തെ കാര്യമല്ല അല്ലെ, അവിടെ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഒറ്റ മണിക്കൂർ ഷിഫ്റ്റ് ജോലി ചെയ്യുന്ന, അതായത് നമ്മളിപ്പോ ഷിഫ്റ്റ് ഡ്യൂട്ടികളൊക്കെ എടുക്കുമ്പോൾ ഒറ്റയടിക്ക് ഒന്നിച്ച് ചെയ്യുന്ന ഒരു രീതി കൂടി ചെയ്യാനുള്ള അവസരങ്ങൾ അവിടെ പ്രദാനം ചെയ്യുന്നുണ്ട്. അതായത് ഓരോ സ്ഥാപനത്തിന്റെ രീതി അനുസരിച്ചിട്ടായിരിക്കും അല്ലെ. നമ്മളിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് 2 ഷിഫ്റ്റ് ഒന്നിച്ച് ചെയ്യാനായി നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ചെയ്ത് ചിലപ്പോൾ അതിനനുസരിച്ചിട്ട് ലീവ് ഒക്കെ കിട്ടും. അത് ഓരോ കമ്പനിയുടെ പ്രത്യേകതകൾ അനുസരിച്ചിട്ട് ആ ഷിഫ്റ്റ് ഡ്യൂട്ടി അറേഞ്ച് ചെയ്യുന്നത്. ആണോ? നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ പെയ്ഡ് വെക്കേഷൻ. എന്താണ് പെയ്ഡ് വെക്കേഷൻ എന്ന് പറയുന്നത്? പെയ്ഡ് വെക്കേഷനിൽ കുറച്ച് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. വർക്കേഴ്സ് ഹു ഹാവ് വർക്ക്ഡ് ഫോർ 240 days ഇൻ എ കലണ്ടർ ഇയർ. അതായത് കലണ്ടർ ഇയറിൽ 240 ദിവസം വർക്ക് ചെയ്യണം അല്ലെ. ഇൻ ദ mining, manufacturing and plantation sectors are entitled for paid vacation at the rate of 1 day for every 20 days working in case of adult workers and at the rate of 1 day for every 50 days work in case of miners. ഓക്കെ, അപ്പൊ അവിടെ 2 രീതിയിൽ കാറ്റഗറൈസ് ചെയ്തൊക്കെയാണ്. എന്താണ് 20 days ആണെങ്കിൽ എന്താണ് അഡൽറ്റ് വർക്കേഴ്സിന് അല്ലെ 20 days കഴിയുമ്പോൾ സാധാരണയായിട്ട് 240 ദിവസമാണ് കലണ്ടർ ഇയറിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, എത്ര ദിവസമാണ് ആ ദിവസം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. ഒരു കലണ്ടർ ഇയറിൽ 240 days വർക്ക് ചെയ്യണം. എങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെയാണ് ഖനനം അല്ലെങ്കിൽ തോട്ടം തൊഴിലാളികള് അങ്ങനെ പ്ലാന്റേഷൻ സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവരാണ് 240 days വർക്ക് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പൊ ഒരു കലണ്ടർ ഇയർ. ഞാൻ വീണ്ടും പറയണം, ആർ entitled for paid vacation at the rate of 1 day for every 20 days worked in a case of adult workers. 20 ദിവസം വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ഡേ എന്താണ് അവർക്ക് വെക്കേഷൻ ആയിട്ട് അല്ലെ അനുവദിക്കുന്ന രീതിയാണ്. അതേമാതിരി തന്നെ at the rate of 1 day for every 15 days worked in case of minors. മൈനേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഓരോ 15 ദിവസം കഴിയുമ്പോഴും അവർക്കൊരു വെക്കേഷൻ ഡേ ആയിട്ട് അനുമതി ലഭിക്കും. ക്ലിയറോ? കിട്ടിയോ? ഒരു കലണ്ടർ ഇയറിൽ എത്ര ദിവസം വർക്ക് ചെയ്യണം? എത്ര ദിവസം വർക്ക് ചെയ്യണം? ലീവ് കിട്ടാനൊക്കെ ആയിട്ട് എത്ര ദിവസം വർക്ക് ചെയ്യണം? 240 days. അതേപോലെ തന്നെ മൈനർ ആണെങ്കിലും എത്ര ദിവസമാണ്? 15 days. അഡൽറ്റ് പേഴ്സൺസ് ആണെങ്കിൽ 20 days ആണ് അവരുടെ വർക്കിംഗ് ഡേയ്സ് ആയിട്ട് നിജപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, കേളോ? ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്താണ് ഹോളിഡേ, പെയ്ഡ് ഹോളിഡേസ്, ഷിഫ്റ്റ് പ്രീമിയം.
അടുത്ത പോയിന്റിലേക്ക് പോവാം. എംപ്ലോയി സെക്യൂരിറ്റി ആണ്. ഒരുപാട് എടുത്തില്ലെങ്കിൽ ജസ്റ്റ് കുറച്ചെങ്കിലും നമുക്ക് നോക്കാം. അടുത്ത പോയിന്റ്, ഫീലിംഗ് ഓഫ് എനി ടൈപ്പ് ഓഫ് എംപ്ലോയി സെക്യൂരിറ്റിയിൽ പറയുന്ന പാട് സുരക്ഷ അല്ലെ. ഫീലിംഗ് ഓഫ് എനി ടൈപ്പ് ഓഫ് ഇൻസെക്യൂരിറ്റി ഡിസ്റ്റർബ് പീസ് ഓഫ് മൈൻഡ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് എനി ഇൻഡിവിജ്വൽ. ഓക്കെ, ഏതൊരു ഇൻഡിവിജ്വൽ അല്ലെ സമാധാനത്തോടു കൂടിയിട്ട് ഉള്ള ഒരു അന്തരീക്ഷം, അതല്ലെങ്കിൽ സംതൃപ്തിയോട് കൂടിയിട്ടുള്ള ഒരു കാര്യമാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് അല്ലെ. ഫീലിംഗ് ഓഫ് എനി ടൈപ്പ് ഓഫ് ഏത് ഇൻസെക്യൂരിറ്റി ഡിസ്റ്റർബ് എന്താണ് എങ്കിലും സമാധാനം എപ്പോഴും അവിടെ ആവശ്യമായ ഒരു ഘടകമാണ്. ഇറ്റ് ഈസ് therefore in the interest of any organization to ensure security for its employees and their family, both the physical and job security. Okay, അവരെ മനസമാധാനമൊക്കെ അല്ലെങ്കിൽ തൃപ്തികരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിലാണ് അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. മൈൻഡ് മുഴുവനും ഭയങ്കര ഫീലിങ്സും അപ്സെറ്റ് ആയിട്ടൊക്കെ ആണെങ്കിൽ എന്താണ് പ്രത്യേകത? അവർക്ക് അവരുടെ ആ ഒരു തൊഴിലിടത്തിൽ വന്ന് നന്നായിട്ട് ഡ്യൂട്ടി ചെയ്യാൻ സാധിക്കില്ല അല്ലേ. വിഷമിച്ചും സ്ട്രെസ്സൊക്കെ കൊടുത്തുകൊണ്ട് ഒരു തൊഴിലിടത്തിൽ കൊണ്ടുവന്ന് കഴിഞ്ഞ ബുദ്ധിമുട്ടല്ലേ, ഉണ്ടാവില്ലേ? മനസ്സമാധാനം കടത്തിക്കൊണ്ട് ഡ്യൂട്ടി ചെയ്യാന്ന് പറയുന്നത് പേടിച്ചിരിക്കുക അല്ലെ. അവര് സാറ്റിസ്ഫാക്ഷനോട് കൂടിയിട്ട് ഡ്യൂട്ടി ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് എന്താണ്, ബോത്ത് ഫിസിക്കൽ ആൻഡ് ജോബ് സെക്യൂരിറ്റി ഇവിടെ പറയുന്നുണ്ട്. ടു എൻഷുർ സെക്യൂരിറ്റി ഫോർ ഇറ്റ്സ് എംപ്ലോയീസ് ആൻഡ് ദിയർ ഫാമിലി, ബോത്ത് ഫിസിക്കൽ ആൻഡ് ജോബ് സെക്യൂരിറ്റി. അതുകൊണ്ട് തന്നെ ഫാമിലിക്കും അതേപോലെ തന്നെ അവരുടെയും സുരക്ഷിതത്വം അല്ലെ, അത് അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. അവരുടെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ലൈഫും അതേമാതിരി തന്നെ അവിടെ എംപ്ലോയീസിന്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ടുള്ളവർക്കൊക്കെ എന്താണ് ഒരു സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് വളരെ അത്യാവശ്യപ്പെട്ട കാര്യമാണ്. Flexible benefits provided to an employee with a confirmed job trigger a feeling of job security in an employees. ഓക്കെ, നമുക്കറിയാം നല്ലൊരു രീതിയിൽ ഒരു ജോബ് സെക്യൂരിറ്റി ലഭ്യമാക്കുന്ന തരത്തില് അവിടെയുള്ള എംപ്ലോയീസിനൊക്കെ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ സുരക്ഷിതത്വ ബോധമാർക്ക് ഉണ്ടാവും അല്ലെ. ഒരു പേടിച്ചിരണ്ട് ജോലി ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു അന്തരീക്ഷം അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. Then also confirmed job means the employee has a long-term source of income which gives a feeling of a secure life. Okay, അവർക്ക് ഒരു long-term savings ഒക്കെ ലഭ്യമാക്കുകയാണെങ്കിൽ എന്താണ് ഇൻ കേസ് റിട്ടയർമെന്റിന് ശേഷം നമുക്ക് ജീവിക്കാനുള്ള ഒരു വകുപ്പുണ്ട് എന്നുള്ള ഒരു മനോഭാവത്തോട് കൂടിയിട്ട് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാനായിട്ട് അവര് ശ്രമിക്കും. ഓക്കെ, അതെല്ലാം കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് എന്താണ് ഇത്തരത്തിലുള്ള എംപ്ലോയേഴ്സ് പാക്കേജുകളൊക്കെ എന്താണ് എംപ്ലോയർ തീരുമാനിക്കുന്നത് അല്ലെ. ഇപ്പൊ എപ്പോഴും ജോലി സുരക്ഷ അവർക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഉപജീവന മാർഗം അത് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ളൊരു ബോധ്യത്തോടു കൂടിയിട്ട് വർക്ക് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ് എംപ്ലോയീസ് ഹാസ് എ ലോങ് ടേം സോഴ്സ് ഓഫ് ഇൻകം വിച്ച് ഗിവ്സ് us feelings of a secured life അല്ലെ. അവര് ലോങ് ടേം ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് എങ്കിൽ അവരെന്താ പ്രതീക്ഷിക്കുന്നത്, എന്റെ ലൈഫ് സെക്യൂർഡ് ആണ് അല്ലെ, എന്ന് വെച്ചാൽ സുരക്ഷിതത്വം ഉളവാക്കുന്നതാണ്. കാരണം ഇൻ കേസ് നമുക്ക് ചെറിയ ചെറിയ പ്രോബ്ലംസ് വന്ന് എന്താണ് ജോലി നഷ്ടപ്പെട്ടാൽ പോലും ഈവൻ എന്താണ് ഒരു PF ആനുകൂല്യങ്ങളെങ്കിലും കൈപ്പറ്റാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളൊരു മനോഭാവത്തോട് കൂടിയിട്ട് ജോലിയിൽ തുടരാനായിട്ട് അവർക്ക് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മളിപ്പോ ഒരു കമ്പനിയിൽ പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ജോലി ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ പറഞ്ഞതൊന്നും ഉണ്ടായാലും നമുക്ക് പേടിയായിരിക്കില്ലേ ജോലി പ്രവേശിക്കാനായിട്ട്, ഉണ്ടാവില്ലേ? കേസ് അതല്ലെങ്കിൽ ജോലി ചെയ്തിട്ട് യഥാർത്ഥത്തിൽ കൂലി കിട്ടിയില്ലെങ്കിലും നമുക്ക് പിന്നെ ആ ജോലിയിൽ പോകാനായിട്ട് താല്പര്യക്കുറവുണ്ടാവും അല്ലെ. അത് മാത്രമല്ല ആ ജോലി തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ചിന്തയുണ്ടാവും, ഓക്കെ പ്രോപ്പറായിട്ട് കൂലി കിട്ടോ അല്ലെ എന്നുള്ള ഒരു ചിന്തയുണ്ടാവും. ഉണ്ടാവോ? ചിന്ത ഉണ്ടാവോ? ഉണ്ടാവോ? എനിക്ക് മാത്രം ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഒരു ചിന്ത.
ജോലി ചെയ്ത് കഴിഞ്ഞാൽ കൂലി കിട്ടോ ഇല്ലയോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവാൻ സാധ്യതയുള്ള ഇടങ്ങൾ ഉണ്ടാവും. അങ്ങനെയുള്ള ജോലി ഫേമുകൾ ഉണ്ടാവും. മനസ്സിലാവുന്നില്ല. ഇങ്ങനെയുള്ള സാധ്യത ഉണ്ടാവും അല്ലെ? അവർക്കൊരു പേടി ഉണ്ടാവും, ജോലി നഷ്ടപ്പെട്ടു പോകുമോ, കുറച്ചാളെയും എന്നെ പിരിച്ചു വിട്ടുപോകുമോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടാവും. അപ്പൊ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം, ചില ഗവൺമെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ, ചിലതെല്ലാം അത് ഗവൺമെന്റിന്റെ അണ്ടറിൽ തന്നെ വരുന്നുണ്ട്. അതായത് ജോലി ചെയ്ത് കഴിഞ്ഞാൽ ന്യായമായ കൂലി അവർക്ക് അവകാശപ്പെട്ടതാണ്, അവർക്ക് ലഭ്യമായി തന്നെ കൊടുക്കണം. ഇൻ കേസ് എംപ്ലോയർ അത് കൊടുത്തില്ലെങ്കിൽ എന്താണ് ലീഗലി മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള ആക്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം എങ്ങനെ നമുക്കറിയാം അല്ലെ? മിനിമം വേജസ് മാത്രമല്ല, ബോണസ് ഒക്കെ ലഭ്യമാക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. ഇത്ര മെമ്പർഷിപ്പ് ഉള്ള ഇടങ്ങളൊക്കെ ആണെങ്കിൽ ബോണസ് ഒക്കെ അവർക്ക് മസ്റ്റ് ആയിട്ട് കൊടുക്കണം. പക്ഷെ ഇങ്ങനെയൊന്നും കൊടുത്തില്ല എങ്കിൽ അല്ലെ, അത് മേടിച്ചെടുക്കാൻ ബാർഗെയിൻ ചെയ്യാനൊക്കെ ആയിട്ടുള്ള അധികാരങ്ങൾക്കൊക്കെ പറ്റുന്ന തരത്തിൽ കുറെ ആക്ടുകളുണ്ട്. അപ്പൊ ആ ഒരു കുറച്ച് ആക്ടിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. There are provisions in Indian laws which provide income security to employees such as Payment of Wages Act 1936, Minimum Wages Act 1948, and Payment of Bonus Act 1965, the Industrial Dispute Act 1947. ഓക്കെ, ഇപ്പൊ ഈ ഇയറുകളും പേരുകളും മസ്റ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. പോയിന്റ്സ് ഒക്കെ മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. Payment of Wages Act 1936. ആ ഇയർ ഏതാന്ന് ചോദിക്കും, അതല്ലെങ്കിൽ ആ ഇയറിൽ വന്നിരിക്കുന്ന ആക്ട് ഏതാന്ന് ചോദിക്കും. എന്താ ആക്ടാണ് 1936 ആക്ട്? പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. അതായത് ഇതില് പ്രത്യേകിച്ചൊന്നുമില്ല, നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല. അതായത് ആക്ട് അനുസരിച്ചിട്ട് അവർക്ക് എന്തായാലും വേജസ് കൊടുത്തിരിക്കുന്നു അല്ലെ? അത് നിശ്ചിത സമയമൊക്കെ ഉണ്ട്, ഇത്ര ദിവസത്തിനുള്ളിൽ വേജസ് കൊടുക്കണം. 7 ഡേയ്സിനുള്ളിലൊക്കെ വേജസ് കൊടുക്കണം. അങ്ങനെ 7 ഡേയ്സിനുള്ളിൽ അവിടെയുള്ള തൊഴിലാളികൾക്ക് വേജസ് കൊടുക്കണമെന്നൊക്കെ ഉള്ള നിയമവ്യവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാം ആ നിയമത്തിന്റെ കീഴിൽ അതിന്റെ പിൻബലത്തിൽ തന്നെ നമുക്ക് എംപ്ലോയീസിന് അവരുടേതായിട്ടുള്ള സാലറിയൊക്കെ നേടിയെടുക്കാൻ സാധിക്കില്ലേ? ഓക്കെ, അപ്പൊ അതിന് പ്രധാനമായിട്ട് പറയുന്നുണ്ട് ഇത്രയും കീഴുകളൊന്നും ഇല്ലാതെ തന്നെ വേജസ് ലഭ്യമാക്കണം എന്നുള്ളത്. അപ്പൊ അതാണ് 1936 പറയുന്നത് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. മിനിമം വേജസ് ആക്ട് ഉണ്ട്. മിനിമം വേജസ് ആക്ട് എന്ന 1948. മിനിമം വേജസ് ആക്ടും ഉണ്ട്. അതേമാതിരി തന്നെ 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ടും ഉണ്ട്. മിനിമം വേജസ് ആക്ടിൽ നമുക്കറിയാം നിശ്ചിതമായിട്ടുള്ള ഒരു വേജസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണമെന്ന് മസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഇന്നില്ല എത്രയും ടൈം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന രീതിയിലുള്ള ബേസുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അപ്പൊ ആക്ടിന് കീഴിൽ അതിൻ്റെതായിട്ടുള്ള കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതനുസരിച്ചിട്ട് തന്നെ ഫോളോ ചെയ്യേണ്ടി വരും അല്ലെ? ഇത്രയും കമ്പനികൾ മിനിമം വേജസ് ആക്ടിന്റെ കീഴിൽ വരുന്നുണ്ടെങ്കിൽ ആ ആക്ടിൽ പറയുന്നത് എന്താണോ അതനുസരിച്ചിട്ട് അവരുടെ തൊഴിലാളികൾക്ക് ലഭ്യമാകേണ്ടത് ഉറപ്പാക്കണം. വീണ്ടും എന്താണ് പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്. സീസൺ ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ, ഓണമൊക്കെ വരുമ്പോൾ ഇന്ന് ഇത്രയും മെമ്പേഴ്സ് ഒക്കെ ഉള്ള സ്ഥാപനമൊക്കെ ആണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ബോണസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ആക്ട് നിയമങ്ങളാണ് 1965. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. നമുക്കറിയാം ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ടുകൾ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സാധ്യതകളുണ്ടാകുമോ? ഡിസ്പ്യൂട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ? തർക്കങ്ങൾ ഉണ്ടാവാൻ ധാരാളം സാധ്യതയുണ്ട്. വേജസ് ചിലപ്പോൾ മതിയായ രീതിയിൽ ലഭ്യമല്ലെങ്കിൽ, അതല്ലെങ്കിൽ കൂടുതൽ അഡീഷണൽ ഡ്യൂട്ടി ചെയ്തിട്ട് വേതനം ലഭ്യമല്ലെങ്കിൽ, അല്ലെങ്കിൽ പങ്ക്ച്വാലിറ്റി എന്തെങ്കിലും അല്ലെ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പലതരത്തിലുള്ള തർക്കങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ ഈ തർക്കങ്ങളൊക്കെ പരിഹരിക്കുന്നത് ഈ ആക്ടിന്റെ കീഴിലുള്ള ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആക്ടാണ് ദ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്.
Then provides for the payment of compensation in case of a layoff under retrenchment as follows. Okay, layoff retrenchment ഒക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ജസ്റ്റ് ഇതില് ആ ഒരു ഇയറും ആക്ടുകളുടെ പേര് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നമുക്ക് പഠിച്ചത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? എന്തെങ്കിലും ഭാഗത്തെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും ഡൗട്ട് ഇല്ല. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.